Back to my channel guys. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിൽ നമ്മൾ സ്പേസിംഗിന്റെ കുറച്ച് കൺഫ്യൂഷൻസ് വന്നിരുന്നു. അപ്പൊ ഈ വീഡിയോ നമ്മൾ അതങ്ങോട്ട് ക്ലിയർ ചെയ്യാണ്. ഇൻഡന്റേഷൻ ഇൻ പൈത്തൺ സ്പേസിംഗ് അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ അതിന് മുന്നേ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ പറ്റി ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ എഡ്യൂക്കേഷണൽ കരിയർ ആൻഡ് മോട്ടിവേഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയുള്ള ഡാറ്റ സയൻസ്, അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ, വെബ് ഡെവലപ്മെന്റ് ഇതിലായിട്ടൊക്കെ ബെസ്റ്റ് ആയിട്ട് ഒരു എൻട്രി എടുക്കാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടുള്ള പൈത്തൺ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ ഇനി പഠിപ്പിക്കും. സ്റ്റാർട്ടിങ്ങിൽ പൈത്തൺ ആണ് പഠിപ്പിക്കുന്നത്, കാരണം ഒരുപാട് മേഖലയിലോട്ട് തിരിയാൻ കഴിയും. ജസ്റ്റ് ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യേണ്ട. അപ്പൊ നിങ്ങൾ ബേസിക്സ് ആണ് സ്ട്രോങ് ആക്കുക, എന്നിട്ട് തീരുമാനിക്കുക നമുക്ക് ഏത് മേഖലയിലോട്ട് പോകണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ എപ്പിസോഡ് 1 മുതൽ കണ്ടു തുടങ്ങുക. അതർവൈസ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഇൻഡന്റേഷന്റെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇൻഡന്റേഷൻ ഞാൻ ബ്രാക്കറ്റിനെ കൊടുത്ത് ബ്ലാങ്ക് സ്പേസ്, സ്പേസ് കൊടുക്കുക എന്നതാണ് ഇൻഡന്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിന് മുന്നേ ബ്ലോക്ക് ഓഫ് കോഡ് എന്താണ് ചിന്തിക്കുക. കോഡ് എന്താണ് നമുക്കറിയാം. ഓരോ ലൈൻ എക്സ് അസൈൻ 5 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 അതൊക്കെ ഒരു കോഡാണ്, ലൈൻ ഓഫ് കോഡാണ്. ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നോ അതിലധികമോ ലൈൻ ഓഫ് കോഡ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ അടിയിലുള്ള എക്സാമ്പിൾ ഒന്ന് പറഞ്ഞിട്ട് ആ തിയറി ഒന്ന് വായിച്ചു നോക്കാം. അതാവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ് എക്സ് അസൈൻ 4, കെ അസൈൻ 8, വി അസൈൻ 9. അതിനുശേഷം നമ്മൾ പറയാം ഇഫ് എക്സ് ഈക്വൽ ടു 5. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമായിട്ട് കഴിഞ്ഞ ട്യൂട്ടോറിയലിലൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് കണ്ടിട്ട് വരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ പഠിക്കണം എന്ന ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇഫ് എക്സ് ഈക്വൽ ടു 5, എക്സ് 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് 5 ആണെങ്കിൽ മാത്രമേ ഈ അടിയുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യണോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അവിടുത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനാണ് ഇവിടെ വരുന്നത്. ഈ ട്യൂട്ടോറിയൽ അതിനുള്ളതാണ്. അപ്പൊ y അസൈൻ 5. അപ്പൊ എന്താ നമ്മൾ ഈ എക്സ് 5 ആണെങ്കിൽ മാത്രം വർക്ക് ആവുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ. y 5 ചെയ്തു, എം എന്താ എക്സ് പ്ലസ് വൈ. എക്സ് എത്ര, എക്സ് 4. അപ്പൊ ഈ ആക്ച്വലി കണ്ടീഷൻ വർക്ക് ആയില്ല. കാരണം എന്താ, എക്സ് ഈക്വൽ ടു 5 നോക്കി, ഇതിന്റെ മൗസ് പോയിന്റർ നോക്കണേ, എക്സ് ഈസ് ഈക്വൽ ടു 5 ആണോ, അല്ല. അപ്പൊ ഈ പറഞ്ഞതൊന്നും വർക്ക് ആവില്ല. ഇത് വർക്ക് ആവാൻ നേരെ അടിയിലോട്ട് വരും. അടിയിൽ വന്ന പ്രിന്റ് വി പ്രിന്റ് കെ. അപ്പൊ എന്താണ് അറിയില്ല, പ്രിന്റ് വി എന്ന് പറഞ്ഞാൽ വിന്റെ വാല്യൂ എത്ര, 9 പ്രിന്റ് ചെയ്യും. പ്രിന്റ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 8 പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ എക്സ് 5 അല്ലാത്തതുകൊണ്ട് ഇത് വർക്ക് ആയില്ലല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ട്. പക്ഷെ ഇതിലിപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നോ അതിലധികം ലൈൻ ഓഫ് കോഡ്സ് അല്ല, ഇതൊക്കെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സ് അല്ലാണ്ട് ചിന്തിച്ചു പോകും. എന്നാൽ അവിടെയാണ് നമ്മൾ ഞാൻ തിയറിയിലോട്ട് കിടക്കുന്നത്. ആ റെഡിൽ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ. അതിന്റെ മുന്നുള്ള 1 or more ലൈൻ ഗ്രൂപ്പ് ടുഗദർ അത് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ഗ്രൂപ്പാണ്. ഇതിൽ ഏതാണ് ബ്ലോക്ക് ഓഫ് കോഡിനെ തിരിച്ചറിയാൻ കഴിയണം. ഇത് മൊത്തമായിട്ട് ഒരു ഗ്രൂപ്പാണ് പറഞ്ഞൂടെ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ അല്ല. അതിനാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് കോഡിന്റെ റൂൾസ് നോക്കുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ആഫ്റ്റർ കോളൻ. മൗസ് പോയിന്റർ ഒക്കെ ഈ റെഡിൽ എഴുതിയിട്ടുള്ള ഞാൻ പറയണത് അത് വെച്ച് കഴിഞ്ഞാൽ കോളൻ കഴിഞ്ഞിട്ടേ ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ടാവുള്ളൂ. ആ ഒരു കണ്ടീഷൻ വെച്ചാൽ നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുക. എക്സ് അസൈൻ 4 കോളൻ ഉണ്ടോ, ഇല്ല. അപ്പൊ അത് ബ്ലോക്ക് ഓഫ് കോഡിൽ പെടൂല. എക്സ് കെ ഈക്വൽ ടു 8 ബ്ലോക്ക് ഓഫ് കോഡ് പെടൂല. വി അസൈൻ 9 ബ്ലോക്ക് ഓഫ് കോഡ് പെടൂല, കാരണം അതിലൊന്നും കോളൻ ഇല്ല. പക്ഷെ അടുത്ത വേണ്ട, ഇഫ് എക്സ് ഈക്വൽ ടു 5, എക്സ് 5 ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് ഒരു കോളൻ വന്നിട്ടുണ്ട് അവിടെ. അപ്പൊ കോളൻ വന്ന അതിന്റെ അർത്ഥം എന്താ, അവിടെ ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ട് ആവുകയാണ്. അത് കഴിഞ്ഞാൽ എവിടെയാണോ കോളം വരുന്നത്, കോളം കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ആഫ്റ്റർ കോളൻ. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഒരു സെക്ഷനിൽ ഇഫ് എക്സ് ഈക്വൽ ടു 5 കഴിഞ്ഞ് കോളം കഴിഞ്ഞാല് ബ്ലോക്ക് ഓഫ് കോഡ് വരുള്ളൂ. അപ്പൊ ബ്ലോക്ക് ഓഫ് കോഡ് എഴുതുമ്പോൾ ആൾ ദ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ റെഡിൽ എഴുതി ആൻഡ് കഴിഞ്ഞിട്ട് ആൾ ദ ലൈൻ ഓഫ് കോഡ്സ് ഇൻസൈഡ് ദ ബ്ലോക്ക്. വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്കാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ആ ബ്ലോക്കിന്റെ ഉള്ളിലുള്ള എല്ലാ കോഡും അത് ഒരുപോലെ സ്പേസ് ചെയ്തായിരിക്കണം. ഈ ഇന്റന്റഡ് വരുമ്പോ സ്പേസ് എന്ന് ചിന്തിച്ചാൽ മതി. സ്പേസ് സെയിം ലെവൽ. വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിന് 4 സ്പേസ് കൊടുത്താൽ എല്ലാത്തിനും 4 സ്പേസ് കൊടുക്കണം. നമുക്ക് എക്സാമ്പിൾസ് നോക്കുക. ഇഫ് എക്സ് ഈക്വൽ ടു 5 കോളൻ ഉണ്ട്. അപ്പൊ കോളൻ കഴിഞ്ഞാൽ ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ട് ആവും. അപ്പൊ അതിന്റെ അടിയിൽ നിങ്ങൾ കണ്ടോ, ഈ എക്സ് ഈ ഈഫിന്റെ നേരെ അല്ലല്ലോ നമ്മൾ കൊടുത്തത്, അവിടെ കുറച്ച് സ്പേസിങ് കൊടുത്തില്ല. അപ്പൊ ബ്ലോക്ക് ഓഫ് കോഡ് കോളം കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് എഴുതുക. സ്പേസ് കൊടുത്തിട്ട് വേണം ഒരു സെറ്റ് ഓഫ് ഒന്നോ അതിലധികം ലൈനോ നമുക്ക് എഴുതാം. ഇപ്പൊ ഈ വൈ അസൈൻ 5 മാത്രം മതി. അവിടെ ഒന്ന് എഴുതാം, ഒന്നിലധികം നമ്മളെ ഇഷ്ടമാണ്, നമ്മളെ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ കോളൻ ഉണ്ട്, കോളൻ കഴിഞ്ഞാൽ ഉള്ളതാണ് ബ്ലോക്ക് ഓഫ് കോഡ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഈ വൈ മുതൽ
പ്രിന്റ് കെ വരെ ബ്ലോക്ക് ഓഫ് കോഡിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, കോളം കഴിഞ്ഞിട്ടുള്ളതല്ലേ, മുകളിലുള്ള 3 പോയി. പിന്നെ ഇതിൽ ഫുൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനുള്ള കണ്ടീഷനാണ് സ്പേസിങ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. ഇപ്പൊ നോക്കണേ, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, എത്ര നിങ്ങൾ നോക്കണ്ട, ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. മൗസ് പോയിന്റർ നോക്കണേ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വൈയും എമ്മും പിയും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടില്ല, ഒരേ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എന്താ, ഇത് മൂന്നും ഒരേ ലെവലിലാണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താ, ഇതിലുള്ള എല്ലാ ലൈൻ ഓഫ് കോഡ്സും, ആ ബ്ലോക്കിലുള്ള എല്ലാ ലൈൻ ഓഫ് കോഡ്സും ഒരേ ലെവലിൽ, സെയിം ലെവലിൽ സ്പേസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ലൈനിന് ഇപ്പൊ ഈ വൈ അസൈൻ 5ന് ഞാൻ 10 സ്പേസ് കൊടുത്താൽ എല്ലാത്തിനും 10 സ്പേസ് കൊടുത്തിരിക്കണം. മനസ്സിലാ, 2 സ്പേസ് കൊടുത്താൽ എല്ലാത്തിനും 2 സ്പേസ് കൊടുക്കണം. അപ്പൊ വൈ അസൈൻ 2 സ്പേസ്, എം അസൈനിലെടുത്ത് ഇവിടെ 2 സ്പേസ്, ഈ പ്രിന്റ് മുന്നേ 2 സ്പേസ്, എല്ലാം അങ്ങനെ കൊടുത്തിരിക്കണം. പ്രോപ്പർ ആയിട്ട് സെയിം ലെവലായിരിക്കണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുക, ബ്ലോക്ക് എൻഡ്സ് വെൻ യു റിട്ടേൺ ടു എ ലോവർ ഇൻഡന്റേഷൻ ലെവൽ. ലോവർ ഇൻഡന്റേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഇൻഡന്റേഷൻ എന്താ, സ്പേസ്. അപ്പൊ നിങ്ങൾ സ്പേസ് കുറഞ്ഞു വരുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ബ്ലോക്ക് ഓഫ് കോഡ് എൻഡ് ചെയ്യും. ബ്ലോക്ക് ഓഫ് കോഡ് എൻഡ് ചെയ്യുന്നതോടെ നിങ്ങളെ സ്പേസ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്ക് നോക്കുക, സ്പേസ് നോക്കുക, വൈ അസൈൻ 5, എം അസൈൻ എക്സ് പ്ലസ് വൈ, പ്രിന്റ് എം, ഇത് മൂന്നും ഒരേ സ്പേസ് അല്ലേ? ഇത് മൂന്നും നോക്കും, മൗസ് പോയിന്റർ ഒക്കെ ഒരുപോലെ അല്ലേ നിൽക്കണേ. പക്ഷെ ഈ പ്രിന്റ് എം കഴിഞ്ഞിട്ട് പ്രിന്റ് വി നോക്കാണ്, ഇത് ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. അല്ല, ഇത് ചേഞ്ച് ആയി, ഇത് ലോവർ ചെയ്ത്, സ്പേസ് ലോവർ ചെയ്ത് ബാക്കോട്ട് പോയി, അവിടെ ബ്ലോക്ക് എൻഡ് ആയി. മനസ്സിലായി? അപ്പൊ ഇതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വൈ മുതൽ പ്രിന്റ് എം വരെയാണ് ഈ റെഡിൽ എഴുതിയത് മാത്രമാണ് ബ്ലോക്ക് ഓഫ് കോഡ്. കാരണം എന്താ, കോളൻ സ്റ്റാർട്ട് ചെയ്തതിന് കോളൻ ഉണ്ടോ അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ബ്ലോക്ക് ഓഫ് കോഡ്. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തത് ഒരുപോലെ സ്പേസ് ചെയ്തിട്ടുണ്ടാണ്, വൈയും എമ്മും പിയും ഒരുപോലെ സ്പേസ് ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ, എപ്പോഴെങ്കിലും സ്പേസ് ബാക്കോട്ട് പോയാൽ അവിടെ ബ്ലോക്ക് കഴിഞ്ഞു, പ്രിന്റ് കഴിഞ്ഞ് ബാക്കോട്ട് പോയി, ഡൺ, ആ ബ്ലോക്ക് കഴിഞ്ഞു. നാലാമത്തെ പോയിന്റ്, സ്റ്റാൻഡേർഡ് 4 സ്പേസ്. ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്പേസ് കൊടുക്കാൻ പറഞ്ഞു. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരേണ്ട വെച്ചിട്ടാണ്. ആക്ച്വലി നമ്മൾ 4 സ്പേസ് ആണ് പൈത്തണിൽ കൊടുക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് കൊടുത്തിട്ട് എറർ അടിക്കൂല, ഒരുപോലെ സെയിം ലെവലിൽ കൊടുക്കണം. ഒരു സ്പേസ് കൊടുത്താൽ ഒരു സ്പേസ് ആ ബ്ലോക്കിലുള്ള എല്ലാ കോഡിനും, ഇപ്പൊ എക്സിനായാലും എമ്മിനായാലും പ്രിന്റിനായാലും ഒരു സ്പേസ് കൊടുക്കണം. പക്ഷെ സ്റ്റാൻഡേർഡ് 4 സ്പേസ് ആണ്. അപ്പൊ ലാപ്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ടാബ് കീ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 4 സ്പേസ് വരും. നിങ്ങൾ നമ്മളിപ്പോ പൈത്തൺ ഓൺലൈൻ കമ്പൈലറോ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിലോ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ടാബ് അടിച്ചിട്ട് 4 സ്പേസ് അങ്ങോട്ട് പോകും, ഓട്ടോമാറ്റിക് ആയിട്ട് ജമ്പ് ചെയ്ത് കയറി നിൽക്കും. അപ്പൊ ആ ടാബ് കീ അല്ലെങ്കിൽ 4 സ്പേസ്. അപ്പൊ നമ്മള് ഇനി കോഡൊക്കെ ചെയ്ത് ഇപ്പൊ നമ്മൾ റിയൽ പ്രൊജക്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ VS കോഡ്, പൈച്ചാം ഒക്കെ ഉപയോഗിക്കും. അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡീൽ ചെയ്തിരിക്കും. കമാൻഡ് പ്രോംപ്റ്റിൽ ഡീൽ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇഫ് എക്സ് ഈക്വൽ ടു 5 കഴിഞ്ഞിട്ട് ഈ കോളൻ അല്ലേ, ഈ കോളൻ കഴിഞ്ഞ് നമ്മൾ എൻ്റർ അടിക്കൂല, എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 4 സ്പേസ് എടുക്കും. പൈത്തൺ അറിയാതെ അങ്ങനെ എടുക്കുന്നുണ്ട്, പൈത്തണിന്റെ റൂൾസ് ആണത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം, അത് ഇമ്പോർട്ടൻസ്. കാരണം ചില സമയങ്ങളിൽ എടുക്കാത്ത സമയങ്ങളിൽ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് മനസ്സിലായി. കോളം കഴിഞ്ഞ് തുടങ്ങണം, എല്ലാത്തിന്റെയും ഒരേ ലെവലിൽ സ്പേസ് ചെയ്തിരിക്കണം ആ ബ്ലോക്ക് ഓഫ് കോഡിന്. പിന്നെ അതിന്റെ എൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ബാക്കോട്ട് സ്പേസ് പോയാൽ 4 സ്പേസ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷനുകൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഏത് ഇൻഡന്റേഷൻ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയാ, ഫുൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണേ പറയില്ല. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അത് നമ്മൾ കൂടുതലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ബേസിക്സിൽ അതിന്റെ ആവശ്യമില്ല, ബേസിക്സിൽ ഇത്ര മതി. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന നമുക്ക് പഠിക്കാം, എല്ലാം കൂടെ ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ ഇത് പഠിച്ച് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്നിങ്ങനെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. പിന്നെ നമുക്ക് അത് കാണുമ്പോൾ ഈസി ആയി മാറും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് കോളൻ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ഇഫ് ഫോർ വൈൽ ഡഫ് ക്ലാസ്. ഇതിൽ നിങ്ങൾ ഈഫ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മീൻസ് ഇന്റെ ട്യൂട്ടോറിയലിൽ ഈഫ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഫോർ, വയൽ, ഡഫ്, ക്ലാസ്, ഈ 4 സാധനങ്ങളുണ്ട്. അത് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് അതിന്റെ ഇന്റന്റേഷൻ പറയാം. പക്ഷെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈഫിന്റെ ഇന്റന്റേഷൻ തന്നെയാണ് ഈ ഫോറിനും വയലിനൊക്കെ കൊടുക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാല് കോളം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും, 4 സ്പേസ് സ്റ്റാൻഡേർഡ്, ഒരേ ലെവലിൽ സ്പേസ് കൊടുക്കണം, സ്പേസ് ബാക്കോട്ട് പോയാൽ ആ ബ്ലോക്ക് കഴിഞ്ഞു. അത്രേ ഉള്ളൂ, സെയിം കണ്ടീഷൻ തന്നെ. പക്ഷെ ഫോറും വയലും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ മതി, ഇപ്പൊ നോക്കണ്ട, കൺഫ്യൂഷൻ ആവും. ഇനി ബ്ലോക്ക് ഓഫ് കോഡ് എന്താ ഡിസ്കസ് ചെയ്തു.
നമ്മൾ ബ്ലോക്ക് ഓഫ് കോഡ് എങ്ങനെ കണ്ടെത്തി ആ സമയത്ത് നിങ്ങൾ എക്സ് അസൈൻ കെ അസൈൻ വി അസൈൻ ഏറ്റവും ലാസ്റ്റിൽ പ്രിന്റ് വി പ്രിന്റ് കെ കണ്ടില്ലേ അത് ആക്ച്വലി സ്റ്റാൻഡ് അലോൺ അത് ഒറ്റക്ക് നിൽക്കണം ആ പേര് തന്നെ ഉണ്ട് സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ കോഡ്സ് ആണ് സ്റ്റാൻഡ് അലോൺ ടോപ്പ് ലെവൽ കോഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാം വിസിൽ ഇപ്പോൾ നമ്മൾ പൈത്തന്റെ ഓൺലൈൻ കമ്പൈലർ ഓപ്പൺ ആക്കുക നമ്മൾ ഇതിൽ തന്നെ ഓൺലൈൻ കമ്പൈലർ വെച്ച് ചെയ്യാം ഞാൻ നമ്മളെന്താ പറഞ്ഞത് സ്റ്റാൻഡ് അലോൺ ഇപ്പോ എക്സ് അസൈൻ 5 കെ അസൈൻ 9 ഒരു സ്റ്റാൻഡേർഡിൽ എഴുതിയപ്പോ എഫ് അസൈൻ 9 ഒക്കെ എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാണ് പ്രിന്റ് എക്സ് കൊടുത്തു എന്നിട്ട് ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യില്ലേ ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു കണ്ടീഷൻസും നോക്കാതെ പ്രിന്റ് ചെയ്യുന്ന ഡാറ്റയും സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയാണ് ഇതൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈഫ് കണ്ടീഷൻ ഇതിൽ എവിടെയെങ്കിലും ഇപ്പൊ ഇവിടെ ഞാനൊരു ഈഫ് കണ്ടീഷൻ എഴുതിയെന്ന് വിചാരിച്ചോ അതൊന്നും കൺസിഡർ ചെയ്യില്ല പൈത്തന് ഏതിന് ഈ 3 വാല്യൂസിനും എക്സ് പറഞ്ഞ വേരിയബിളോട്ട് 5 സ്റ്റോർ നമ്മൾ ഈ റൺ ബട്ടൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൻ സ്പോട്ടിൽ എക്സ് എന്ന വേരിയബിളോട്ട് 5ഉം കെ എന്ന വേരിയബിളോട്ട് 9ഉം എഫ് എന്ന വേരിയബിളോട്ട് 9ഉം എടുത്ത് വെച്ചിട്ട് ഇവിടെ നമ്മൾ വേറെ എന്താ ഇഫ് ഉണ്ടാവുന്ന ആലോചിക്കണ്ട ഈ പ്രിന്റ് എക്സ് അങ്ങോട്ട് റൺ എന്താ പറയാ നമുക്ക് ഔട്ട്പുട്ടിൽ കാണിച്ചു തരും ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം കണ്ട പ്രിന്റ് ചെയ്ത് കാണിച്ചു തന്നു ഇനി ഞാന് വേറൊരു എന്താ പറയാ അടിയിൽ പോയിട്ട് പ്രിന്റ് എഫ് കൊടുക്കുകയാണ് ഈ സമയത്ത് അത് രണ്ടും കാണിച്ചു തരും കണ്ട 5ഉം 9ഉം കാണിച്ചത് കാരണം പൈത്തന്റെ കേസിൽ പൈത്തൻ റൺ അടിക്കുമ്പോൾ പൈത്തന് അത് ഒറ്റക്ക് നിന്നിട്ട് അതിനൊരു വാല്യൂ ഉണ്ട് ഈഫ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ വർക്ക് ആയാലും ഉള്ളിലുള്ള വർക്ക് ആവുന്നൊക്കെ പറയില്ല അങ്ങനെ ഇതിനില്ല അതാണ് സ്റ്റാൻഡ് ഒറ്റക്ക് നിൽക്കും ടോപ്പ് ലെവൽ കോഴ്സിന് പറയാം നമുക്ക് എക്സാം ഇന്റർവ്യൂവിന് അല്ല എക്സാം നിങ്ങൾ ഏതാണ് ആ ലെവലിലൊക്കെ ചോദ്യം വരുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്ര ഉള്ള സംഭവം സ്റ്റാൻഡ് ലോൺ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല അത്ര തന്നെ ഉള്ളൂ സ്റ്റാൻഡ് ലോൺ ജസ്റ്റ് കാണിച്ചു തരാനായിരുന്നു പിന്നെ ഞാൻ ഈഫ് മാത്രം വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ നമ്മൾ എലിഫും എൽസും കൂടി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക സെയിം ടോപ്പിക് സെയിം തന്നെ വാല്യൂ ഒക്കെ x5 k9 v9 x5 k8 v9 അപ്പൊ if x equal to 5 x 5 ആണോ 5 ആണ് 5 ആണെങ്കിൽ എന്താ നമ്മൾ പറയുന്നത് y എന്ന വേരിയബിളോട്ട് 5 വെച്ചിട്ട് m എന്ന ഒരു വേരിയബിളിലോട്ട് എക്സ് പ്ലസ് വൈ കൊടുത്തു അപ്പൊ എന്താ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞത് എക്സ് എത്ര 5 5 കൂട്ടി എത്ര 10 ഇങ്ങോട്ട് എം ഇപ്പൊ 10 ആയി അതിനുശേഷം പ്രിന്റ് എം പറയുമ്പോ 10 പ്രിന്റ് ചെയ്യും ഈ കേസിൽ എക്സ് 5 അല്ലേ അപ്പൊ ഈഫ് കേസ് വർക്ക് ആയില്ലേ നമ്മൾ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഈഫ് കേസ് വർക്കായ എലിഫും എൽസും പിന്നെ വർക്ക് ആവില്ല അങ്ങനെ വർക്ക് ചെയ്യണം ഈഫ് ഇട്ട് കൊടുക്കണം അപ്പൊ ഈ കേസിൽ നമുക്ക് ഈഫ് വർക്കായ എൽസും എലിഫും കഴിഞ്ഞു അപ്പൊ അതിനുശേഷം പ്രിന്റ് വി പ്രിന്റ് കെ ഞാൻ പറഞ്ഞത് സ്റ്റാൻഡ് ലോൺ ടോപ്പ് ലെവൽ കോഡ്സ് ആണ് കാരണം നോക്കി ഇതൊന്നും ബ്ലോക്ക് ഓഫ് കോഡ് പെടുന്നതല്ല പ്രിന്റ് വി അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഇതൊക്കെ സ്റ്റാൻഡ് ലോൺ അല്ലേ അത് ഈഫ് എൽസ് എലിഫ് പറയുന്നത് അത് അങ്ങനെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈഫ് എലിഫ് എൽസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ് അതിന്റെ ഉള്ളിൽ എഴുതുന്ന കാര്യങ്ങൾ ആ സംഭവങ്ങൾ വർക്ക് ആകുന്ന സമയത്ത് മാത്രമേ റൺ ചെയ്യുമ്പോൾ അതിന്റെ കണ്ടീഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ അത് അപ്ഡേറ്റ് ആവും അത്രേ ഉള്ളൂ ആ റെക്കോർഡ് റൺ ആവും അപ്പൊ നിങ്ങള് ഇതിന്റെ കൂടെ വരുന്ന ഈ പ്രിന്റ് വിയും പ്രിന്റ് കെ റൺ ആവും ഇപ്പൊ ആക്ച്വലി എന്തൊക്കെ റൺ ആവും അറിയോ ഇഫ് എക്സ് ഈസിക്കൽ 5 ആയതുകൊണ്ട് നമ്മളെ പ്രിന്റ് എമ്മിൽ 10 പ്രിന്റ് ചെയ്യും അതിനുശേഷം പ്രിന്റ് വിയും പ്രിന്റ് കെയും പ്രിന്റ് ചെയ്യും ഇനി നമുക്ക് നമ്മളെ ഇൻഡന്റേഷന്റെ റൂൾസ് ഒന്ന് നോക്കാം കോളം വെച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഈ ഫസ്റ്റത്തെ 3 ഇല്ല നാലാമത്തിന് ഈ എക്സ് ഈസിക്കൽ 5 കോളം സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഉള്ളിൽ എഴുതുന്നത് ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ഇത് ആ സ്പേസ് 4 നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി സ്റ്റാൻഡേർഡ് 4 ആണ് അപ്പൊ ഇവിടെ 4 സ്പേസുകൾ കൊടുക്കുക ഞാനിത് എന്താ പറയാ ഗൂഗിൾ ഷീറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വരുന്നില്ല 4 ഗൂഗിൾ സ്ലൈഡ് ഓക്കെ 4 എന്താ പറയാ സ്പേസ് ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് 4 സ്പേസ് ആണ് കൊടുക്കുന്നത് ഇതിൽ 3നും പക്ഷെ ഇത് ഒരുപോലെയാണ് വരുന്നത് വൈയും എമ്മും പ്രിയും ഒരേ സെയിം ലെവലിലാണ് വരുന്നത് അപ്പൊ ഓക്കെ സെയിം ലെവലിലായിരിക്കണം സ്പേസ് കോളം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 സ്പേസ് ആണ് പിന്നെ സ്പേസ് ഇവിടെ ലോവർ ചെയ്ത് തുടങ്ങിയ ആ ബ്ലോക്ക് ഉണ്ടാവും ഈ പ്രിന്റ് എം കഴിഞ്ഞ ശേഷം ലോവർ ചെയ്ത് സ്പേസ് എലിഫ് എടുക്കുന്നത് ഈഫിന്റെ കൂടെയാണ് അപ്പൊ ആ ബ്ലോക്ക് അവിടെ കഴിഞ്ഞു പിന്നെ എലിഫ് കെ ഈക്വൽ ടു 8 വീണ്ടും കോളൻ അപ്പൊ വീണ്ടും ഒരു ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ടായി അപ്പൊ നേരെ വന്ന് 4 സ്പേസ് കൊടുക്കുന്നു പ്രിന്റ് എന്തോ ഇത് 1 ലൈൻ ഓഫ് കോഡ് മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കോഡ്
അപ്പൊ പ്രിന്റ് കെ പ്ലസ് 1 പ്രിന്റ് കെ മൈനസ് എക്സ് എന്തെല്ലാം ആവട്ടെ കൺസിഡർ ചെയ്യണ്ട. ഇതൊക്കെ പ്രിന്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ അങ്ങോട്ട് പ്രിന്റ് ചെയ്യും. കെയിലോട്ട് എത്രയോ 1 കൂട്ടും, കെയിലോട്ട് 5 കുറക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും കെ എന്താ, കെ മൈനസ് എക്സ് എന്താ, അത് പ്രിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ട് ആയത് ഇവിടുന്നാണ് മൗസ് പോയിന്റർ നോക്കണേ. സ്പേസ് ഒരുപോലെയാണ്, 4 സ്പേസ് കൊടുക്കണം, കോഡിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതിനുശേഷം ഇവിടെ സ്പേസ് ലോവർ ചെയ്തോടെ നമുക്ക് മനസ്സിലായി ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഇവിടെ തീർന്നു. പിന്നെ എൽസിലോട്ട് വന്നു, എൽസിൽ വീണ്ടും കോളം കണ്ടു, ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ടായി. നേരെ അടിയിൽ വന്നു, 4 സ്പേസ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഒറ്റ കോഡുള്ളൂ, അതുകൊണ്ട് ഒറ്റ ലൈൻ ഓഫ് കോഡുള്ളൂ. ഒന്നും അതിലധികം ലൈൻ ഓഫ് കോഡും അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ലൈൻ ഓഫ് കോഡുള്ളൂ, അതിന് നമ്മൾ ഇതാണ്ട് പ്രിന്റ് ചെയ്യും. അതിനുശേഷം നോക്കുമ്പോൾ സ്പേസ് വീണ്ടും ലോവർ ചെയ്തതിന്റെ അർത്ഥം ബ്ലോക്ക് ഓഫ് കോഡ് കംപ്ലീറ്റ് ആയി. പിന്നെന്താ, പ്രിന്റ് വിയും പ്രിന്റ് ചെയ്യും സ്റ്റാൻഡ് ലോൺ ആണ്. കാരണം ഇവിടെ കോളൻ ഇല്ല, ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഒന്നും അല്ല. കാരണം എന്താ, ഇവിടെ കോളൻ ഇല്ല. ഈ ഇതിന് എൽസിലുള്ള കോളൻ ഇവിടെ കംപ്ലീറ്റ് ആയി. കാരണം എന്താ, ഇവിടെ ലോവർ ചെയ്തപ്പോ ബ്ലോക്ക് കഴിഞ്ഞു. ഇനി ഇത് ബ്ലോക്കിലല്ലല്ലോ, ഇത് പുറത്തല്ലേ. അപ്പൊ ഇത് രണ്ടും പ്രിന്റ് ചെയ്യും. ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് നമ്മളെ ഓൺലൈൻ കമ്പൈലറിൽ പോയി ഒന്ന് ചെയ്ത് നോക്കാം. എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ പറയാ, എക്സ് ഈക്വൽ ടു 5 കൊടുത്തു. എക്സ് 5 ആണോ? 5 ആണെങ്കിൽ പ്രിന്റ് 1 പ്രിന്റ് 2 പറയാ, x1 x2 ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിട്ടോ. അതിലൊന്നും ലൈൻ ഓഫ് കോഡ്സ് നമുക്ക് കൊടുക്കല്ലോ, പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് എലിഫ് അല്ലേ കൊടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. നമ്മൾ സ്പേസ് നോക്കാനാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. എലിഫ് എന്താണ്, കെ ഈക്വൽ ടു 9. ഞാൻ ഇവിടെ ശ്രദ്ധിച്ച, ഞാൻ ഈ കോളം കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചപ്പോ 4 സ്പേസ് എടുത്തു ഓട്ടോമാറ്റിക് ആയിട്ട്. അത് അവരല്ലേ പൈത്തൺ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ വന്നില്ല നമ്മൾ ഹാൻഡിൽ ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിന് ഞാൻ എന്ത് ചെയ്തു, K1 K2 ആക്കി. മനസ്സിലാവാനൊന്നുമല്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എലിഫ് എന്ത് ചെയ്തു, എഫ് ഈക്വൽ ടു 9 ആണെങ്കിൽ ആ എൻ്റർ അടിച്ചപ്പോ തന്നെ 4 സ്പേസ് വരുന്നുണ്ടല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, F1 F2 ഇത് കൊടുത്തു. നമുക്കറിയാം ഇത് 3ലും വർക്ക് ആയില്ലെങ്കിൽ വർക്ക് ആവേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്, എൽസ്. അത് ഞാൻ കോളം കൊടുത്ത് എൻ്റർ അടിച്ചപ്പോ 4 സ്പേസ് വന്നു. ഇതിനെന്ത് ചെയ്തു, പ്രിന്റ് ജസ്റ്റ് ജനറലിന് കൊടുത്ത്, കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഒന്നിലും വന്നില്ലെങ്കിൽ ജനറൽ അല്ല, ഇഫ് നോൺ ആരുമില്ലെങ്കിൽ, ഇവരാരുമില്ലാണ്ടെങ്കിൽ അത് വർക്ക് ആവും. നമ്മൾ ഇൻഡന്റേഷൻ ആണ് ചെക്ക് ചെയ്യുന്നത് ഇപ്പോ. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം അറിയാം, ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്തിട്ട് ഒന്ന് ബാക്കോട്ട് പോയി ലോവർ ചെയ്തു. അതിനുശേഷം സ്പേസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ആവണ്ട. ചിലപ്പോൾ സ്പേസിന്റെ ആവശ്യം നിർബന്ധമില്ല. അവിടെ പ്രിന്റ് ചെയ്തു കെ, അതിനുശേഷം എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു എഫ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് ഇന്റർനേഷൻ വെച്ച് ചെക്ക് ചെയ്യാണ്. ഇവിടെ കോളൻ സ്റ്റാർട്ട് ചെയ്യാനില്ല, കോളൻ സ്റ്റാർട്ട് ചെയ്യാനില്ല. ഇതെല്ലാം സ്റ്റാൻഡ് ലോൺ ടോപ്പ് ലെവൽ കോഡ്സ് ആണ്. അതിനുശേഷം ഇഫ് എക്സ് ഈക്വൽ ടു 5, എക്സ് 5 ആണോ? യെസ്. അപ്പൊ നമുക്ക് ഒരു കാര്യം നോക്കണം, കോളം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? യെസ്, കോളം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് കോളം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരേ സ്പേസിൽ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇതിന് ഒന്ന് ബാക്കോട്ട് അടിച്ചുകൊണ്ട് പ്രിന്റ് ചെയ്താണ്ടല്ലോ, ഒരു സ്പേസ് അല്ല, ഇതാ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ, ഇവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ആ എലിഫ്. കാരണം എന്താ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇപ്പൊ ഇതിങ്ങനെ ഒരു ഗ്രൂപ്പായി മാറി. ഈ ഈഫ് കഴിഞ്ഞിട്ട് ഇത് പ്രിന്റ് ചെയ്യാനുള്ള. പക്ഷെ ഇവിടെ പ്രശ്നം ശ്രദ്ധിച്ചങ്ങള്, എലിഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈഫ് സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഈഫ് വെച്ചാണ്. എലിഫ് വെച്ച് സ്റ്റാർട്ട്. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് അറിയോ, ഇത് ഇങ്ങനെ ഒരു ഗ്രൂപ്പായി. ഈഫ് നമുക്ക് എൽസ് കൊടുക്കാൻ നിർബന്ധമില്ല, ഈഫ് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു കോഡാണ് എഴുതി. ഈഫ് കണ്ടീഷൻ അഗെയിൻസ്റ്റ് ഉള്ളത് ഈഫ് എലിഫ് എൽസ്, അല്ലെങ്കിൽ ഈഫ് എലിഫ് എൽസ്, അല്ലെങ്കിൽ ഈഫ് എൽസ്, അല്ലെങ്കിൽ വെറും ഈഫ്. പക്ഷെ ഈഫ് മസ്റ്റ് ആണ്. ഇവിടെ ഇത് കഴിഞ്ഞ ശേഷം ഇത് വേറെ കോഡായി മാറി. ഇവിടെ നമ്മൾ ഈഫ് എഴുതിയില്ല, ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഈഫ് വെച്ചുകൊണ്ട് ഒരു കണ്ടീഷൻ വേണം, എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ.
ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എറർ വന്ന് കാണിച്ചു തന്നതാണ്. ഇനി ഇപ്പൊ എന്താ നമ്മളെ ഇൻഡന്റേഷന്റെ കാര്യത്തിൽ 2 പ്രിന്റ് കണ്ടില്ലേ? ഈ പ്രിന്റിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പേസ് മുന്നോട്ടിട്ടു. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്ക്. എറർ വന്നില്ലേ? അൺഎക്സ്പെക്ടഡ് ഇൻഡന്റേഷൻ എറർ. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡന്റേഷൻ പ്രോപ്പർ ആയി കൊടുത്തു. നമ്മൾ ആദ്യത്തെ റൂൾ എന്താ, കോളം കഴിയണം. കോളം കഴിഞ്ഞു തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു, ഇൻഡന്റേഷൻ ഒരുപോലെ ആയിരിക്കണം സ്പേസ്. ഇവിടെ എന്താ ഈ പ്രിന്റ് കഴിഞ്ഞിട്ടുള്ള സ്പേസ് ഒക്കെ ആണ് ഒരുപോലെ അല്ലല്ലോ, അപ്പൊ അത് റോങ്. ഇത് ബാക്കിലോട്ട് പോകാൻ പാടില്ല കേട്ടോ, ബാക്കിലോട്ട് പോയാലും പ്രശ്നം തന്നെയാണ്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഇപ്പൊ ഞാൻ കണ്ടേ ഇങ്ങനെ നിൽക്കണോക്കാണ്, ബാക്കിലോട്ട് നിന്നിട്ട് റൺ ചെയ്തു, ഇൻഡന്റേഷൻ മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡന്റേഷൻ എറർ വരാതെ ഒരുപോലെ എഴുതണം. ഇപ്പൊ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവും. ഇപ്പൊ എന്താണ്, ഈ പ്രിന്റും ഔട്ട്പുട്ട് നോക്കണ്ട, ഈ പ്രിന്റും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഫസ്റ്റത്തത് കോളം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു, രണ്ടാമത് ഒരുപോലെ സ്പേസ്, പിന്നെ നമ്മൾ 4 സ്പേസ് കൊടുത്തു മൂന്നാമത്, നാലാമത്തത് ഇൻഡന്റേഷൻ ഈ ബ്ലോക്ക് ഓഫ് കോഡ് കഴിയുന്നത് സ്പേസ് ലോവർ ചെയ്യുമ്പോഴാണ്. നോക്കാൻ, ഈ പ്രിന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്പേസ് ലോവർ ചെയ്ത് എലിഫ് ചെയ്ത്, എലിഫ് നമ്മളെ റൂട്ട്സിലുള്ളതാണ്, പക്ഷെ സ്പേസ് ലോവർ ചെയ്തിട്ടാണ് എലിഫ് ചെയ്ത്. ഞാൻ ഈ എലിഫിനെ ഇങ്ങനെ എഴുതി അങ്ങനെ ഉണ്ടാവും നോക്കാം, എറടിച്ച്. അതിന്റെ കാരണം എന്താ അറിയോ, ഇവിടെ നമ്മൾ ഈഫ് കേസ് ഉണ്ടല്ലോ, ഈഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് ഈഫും എലിഫും എൽസ് ഒക്കെ വരുന്നത് ഒരേ സ്പേസിലായിരിക്കണം, അത് ഒപ്പം എഴുതണം. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ ഒരു ടീമാവും. കാരണം എന്താ, നമ്മളെ ഈഫും എൽസും ഒരേ ലെവലിൽ വരണ്ടേ, പക്ഷെ ഇവിടെ ഒരേ ലെവലിൽ വരാത്ത ഈ എലിഫ് ഉണ്ടല്ലോ, ഈ എലിഫ് ആക്ച്വലി ഈഫിന്റെ ഉള്ളിൽ വന്നപ്പോ നമ്മളെ റൂൾസ് എന്താ, ഇൻഡന്റേഷൻ ഒരുപോലെ ആവണം. ഈ പ്രിന്റും ഒരേ സമയം ഒപ്പം നിൽക്കുന്നത്, ഈ പ്രിന്റ് ഇതിന്റെ കൂടെ നിൽക്കണ്ടേ, പക്ഷെ എലിഫ് ഒപ്പം നിൽക്കുന്നുണ്ടോ, ഇല്ല. പക്ഷെ ഈ എലിഫിനെ ഒപ്പം നിർത്തിയിട്ട് കാര്യമില്ല കേട്ടോ, നമുക്ക് എലിഫിന് റൂൾസ് ഉണ്ട്, ഈഫ് ആദ്യം എഴുതണം. അപ്പൊ നിങ്ങൾ അതിപ്പോ ആലോചിക്കണ്ട, ഇപ്പൊ നമ്മൾ എന്താ പറയാ, അതങ്ങൾ ചെയ്ത് വരുമ്പോ ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ എന്താണ്, നമ്മൾ എലിഫും ഈഫും കൺഫ്യൂഷൻ വരണ്ട, അത് അങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ. സ്പേസും ഇപ്പൊ ഇതിന്റെ സ്പേസ് മാത്രം നോക്കുക, ഇതിന്റെ സ്പേസ് ഒപ്പം വരുത്തുക. അപ്പൊ എന്തത് ഒപ്പം വന്നു, അതുകൊണ്ട് വർക്കായി. ഇനി നമ്മൾ ഇവിടുന്ന് സ്പേസ് ലോവർ ചെയ്ത് പോയിട്ട് ചോദിക്കുകയാണ് നമ്മളെ എലിഫിന്റെ റൂൾ, എലിഫിന്റെ റൂൾസിലുള്ള എലിഫ് k = 9 ആണോ, യെസ്. കോളൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണ് ഇതൊക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉറപ്പാണ്. ഈഫ് വർക്കായ എലിഫ് വർക്കാവോ, ഇല്ല. ഈഫ് കണ്ടീഷൻ വർക്കായ ആ കണ്ടീഷൻ മൊത്തം കംപ്ലീറ്റ് ആയി, ഇത് ഫുള്ള് കഴിഞ്ഞു. അതിനാണ് നമ്മൾ ഈഫ് കൊടുക്കുന്നത്. ഈഫ് വർക്കായ പിന്നെ എലിഫും എൽസും വർക്കാവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഇതിന് വർക്കാവുള്ളൂ, ഈഫ് മാച്ച് ആയതുകൊണ്ട്. എന്നിട്ട് നേരെ അടിയിലോട്ട് വന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യും. അത് ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ ഇൻഡന്റേഷൻ മാത്രം നോക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇത് വർക്കായി. ഞാൻ എന്ത് ചെയ്തു, ഈ 2 വാല്യൂ ആണ് മാറ്റാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള. ഇപ്പൊ എന്തായി, x 5 ആണോ, അല്ല. അപ്പൊ എന്തായി, ഇത് വർക്ക് ആവില്ല. പക്ഷെ നമുക്ക് ഇൻഡന്റേഷൻ റൂൾസ് ഓക്കെ അല്ലേ, കോളം കഴിഞ്ഞു, 4 സ്പേസ്, എന്താ പറയാ സെയിം ലെവല്, ബാക്ക് ലോവർ ചെയ്തപ്പോ ബ്ലോക്ക് ഓഫ് കോഡ് കഴിഞ്ഞു, അതിന്റെ അർത്ഥം ഇതൊരു ബ്ലോക്ക് ഓഫ് കോഡാണ്. പിന്നെ എലിഫ് k = 9 അല്ല. പക്ഷെ നമ്മളെ റൂൾസ് എന്താണ് മനസ്സിലാക്കണ്ടേ, കോളൻ ഉണ്ട്, കോളം കഴിഞ്ഞ ബ്ലോക്ക് തുടങ്ങും, ഈക്വലി 4 സ്പേസ് കൊടുക്കണം, ഈ വരുന്ന ഇൻഡന്റേഷനും എല്ലാം ഒരുപോലെ ലെവലിലായിരിക്കണം. ഇനി ഇവിടെ എത്ര ലൈൻ അടിക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ അടിക്ക് എഴുതി പോകുന്നുണ്ടെങ്കിലും, ഇപ്പൊ എന്താ പറയാ, അടിക്ക് ഇങ്ങനെ എത്ര എഴുതുകയാണെങ്കിലും അതൊക്കെ ഒരുപോലെ വരണം, അത്രയുള്ള നമ്മളെ കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ലോവർ ചെയ്തപ്പോ ആ ബ്ലോക്ക് ഓഫ് കോഡ് കഴിഞ്ഞു, അപ്പൊ ഇതാണ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. അത് കഴിഞ്ഞ് എലിഫില് f = 9 വന്നു, ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ട്. ബ്ലോക്ക് ഓഫ് കോഡ് കഴിഞ്ഞപ്പോ നമ്മൾ ഒരുപോലെ 4 സ്പേസ് കൊടുത്ത് ഒരുപോലെ എഴുതണം, ലോവർ ചെയ്ത് പോയപ്പോ എൽസ് വന്നു, അപ്പൊ ഇവിടെ ബ്ലോക്ക് ഓഫ് കോഡ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം എൽസിൽ എന്ത് ചെയ്തു, വീണ്ടും കോളം കൊടുത്തു. അപ്പൊ ഈ കോളം കൊടുത്തപ്പോ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഡൗണിൽ നമ്മൾ 4 സ്പേസ് വെച്ചിട്ട് കൊടുത്തു. ആ 4 സ്പേസ് വെച്ച് കൊടുത്തത് ഒന്നോ അതിലധികമോ ലൈൻ ഓഫ് കോഡ് ആവാം, ഇവിടെ ഒരു ലൈൻ ഓഫ് കോഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിന് എന്താ പറയുക, ഇൻഡന്റേഷൻ സെയിം ആക്കാൻ വേറൊരു ലൈൻ ഓഫ് കോഡ് ഇല്ല. പക്ഷെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, ഈ പ്രിന്റ് ഫംഗ്ഷന്റെ ഈ ഫംഗ്ഷന്റെ സ്പേസ് കണ്ട ലോവർ ചെയ്ത് പോയി. ഇതിവിടെ പ്രിന്റ് കഴിഞ്ഞിട്ട് ലോവർ ചെയ്ത് പോയപ്പോ ആ ബ്ലോക്ക് ഓഫ് കോഡ് ഇത് സിംഗിൾ ലൈനിൽ ഫിനിഷ് ആയി, ഇതൊരു ബ്ലോക്ക് ഓഫ് കോഡ് ആയി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രിന്റ് k പ്രിന്റ് f കംപ്ലീറ്റഡ്. അപ്പൊ ഇത് സ്റ്റാൻഡ് ലോൺ ആണ്. കാരണം എന്താ, ഇത് ബ്ലോക്ക് ഓഫ് കോഡിൽ പെടൂല. ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഇവിടെ കംപ്ലീറ്റ് ആയി, കണ്ടില്ലേ,
ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത് സ്റ്റാൻഡിലോൺ ഒറ്റക്ക് നിൽക്കുന്നതാണ്. അപ്പൊ ഈ പ്രിന്റ് കെയും പ്രിന്റ് എഫും. ഇതിന്റെ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഇത് രണ്ടും വർക്കാവും. അപ്പൊ ഇതിവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കും, എന്നിട്ട് ഇത് അങ്ങോട്ട് പ്രിന്റ് ചെയ്ത് നോക്കുക നമ്മള്. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് അറിയോ? കെ വർക്കായില്ല, കെ തെറ്റാണ്, എലിഫ് തെറ്റാണ്, ഇതും തെറ്റാണ്. അതുകൊണ്ട് എൽസ് മാത്രം വർക്കാവുള്ളൂ. എൽസോ ഇഫ് നോൺ. അതിനുശേഷം ഇത് രണ്ടുമാണ് പ്രിന്റ് ചെയ്തു. ഇനി ഞാനിവിടെ വന്നിട്ട് തൽക്കാലം എക്സിനെ 5 ആക്കിയാണ് പ്രിന്റ് ചെയ്യുക. ഈ സമയത്ത് എന്താ ഉണ്ടാവുക? ഇത് വർക്കാവും. എക്സ് 5 എലിഫും എൽസും വർക്കാവൂല. അപ്പൊ ഇത് റൺ ചെയ്യുന്നു. കണ്ട എക്സിലുള്ള എന്താണ്? എക്സ് 1 എക്സ് 2 അത് രണ്ടും പ്രിന്റ് ആയി. എന്നിട്ട് നേരെ വന്നിട്ട് സ്റ്റാൻഡ് ലോൺ കോഡ് പ്രിന്റ് ആയി. കാരണം ബ്ലോക്ക് ഓഫ് കോഡ് അല്ല. ഇതിവിടെ റൺ ചെയ്താൽ തന്നെ അത് വർക്കാവും. ഞാൻ എന്ത് ചെയ്തു? ഈ 5 മാറ്റിയിട്ട് കേനെ 9 ആക്കി. ഈ സമയത്ത് എന്താ നടക്കുക? ഇത് വർക്കാവില്ല. പക്ഷെ നമ്മൾ എലിഫാണ് കൊടുത്തിരിക്കുന്നത്. എലിഫ് കൊടുത്താൽ എന്താ? ഇത് വർക്കായാലും അടിയത്തെ ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കണം. അപ്പൊ ഇത് വർക്കാവോ? യെസ്, ഇത് വർക്കാവും. പക്ഷെ ഇത് വർക്കാവോ? ഇത് വർക്കാവില്ല. കാരണം എന്താ? ഇതിവിടെ ഇതിവിടെ മാച്ച് ആയാൽ പിന്നെ അടിക്ക് പോവില്ല. ഇപ്പൊ നോക്കിക്കോളി. കെ ഈക്വൽ ടു 9 യെസ്. എഫ് ഈക്വൽ ടു 5 നോ, അത് വർക്കായില്ല. കെ ഈക്വൽ ടു 9 യെസ്. അപ്പൊ ഇവിടെ 4 പ്രിന്റ് ചെയ്യും. K1 K2 K2 K1 അത് ഇവിടെ കൊടുത്ത സംഭവം എന്താ? അത് പ്രിന്റ് ചെയ്ത്. ഇനി ഇത് വർക്കാവില്ല. കാരണം എന്താ? ഇത് കണ്ടീഷൻ ഒന്ന് ഈ ഈഫ് എലിഫിൽ ഒന്ന് വർക്കായി കഴിഞ്ഞല്ലോ. ഇനി എൽസും വർക്കാവില്ല. അതോടെ കഴിഞ്ഞു. പിന്നെ ഇത് രണ്ടും പ്രിന്റ് ചെയ്യും. കാരണം സ്റ്റാൻഡ് ലോൺ ആണ്. അപ്പൊ സ്റ്റാൻഡ് ലോൺ വരുന്നത് ആ സ്പേസും കോളനും ആ കാര്യങ്ങളൊന്നും ഇല്ലാതാവുള്ളൂ. അപ്പൊ ബ്ലോക്ക് ഓഫ് കോഡ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അത്രയും മാക്സിമം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സെയിം സംഭവം തന്നെ ഫോറിലും വയലിലൊക്കെ വരുന്നത്. പക്ഷെ അത് എന്താണ് മനസ്സിലാക്കാതെ പോകണ്ട. അത് അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മള് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കഴിഞ്ഞു. ഇൻഡന്റേഷൻ ഏകദേശം കറക്റ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചോ, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഈ രീതിയിൽ മനസ്സിലായാലും വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. See you next video.